കോൺഗ്രസിന് അനുവദിച്ച സീറ്റിൽ ലീഗ് വിമതൻ പ്രചരണം തുടങ്ങിയതാണ് കോട്ടയ്ക്കൽ നഗരസഭയിൽ യുഡിഎഫിന് തലവേദന. 32-ാം വാർഡിൽ പ്രചരണം തുടങ്ങിയ വിമതനെ ലീഗ് നേതൃത്വം വിലക്കിയില്ലെങ്കിൽ മറ്റ് വാർഡുകളിൽ ലീഗിനെതിരെ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. എന്നാൽ 30 കൊല്ലമായി ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ ഭീഷണി വിലപ്പോകില്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. കോട്ടയ്ക്കൽ നഗരസഭ 32-ാം വാർഡായ ഗാന്ധിനഗറിൽ മങ്ങാടൻ മരക്കാർ എന്ന ബാവുട്ടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസിന് അനുവദിച്ച ഈ സീറ്റിൽ ലീഗ് വിമതനായ മാങ്ങാടൻ അബ്ദുള്ളക്കുട്ടി പ്രചരണം തുടങ്ങിയതാണ് കോൺഗ്രസിനിപ്പോൾ പ്രതിസന്ധിയാകുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ലീഗ് വിമത ഇവിടെ കോൺഗ്രസിനെതിരെ മത്സരിച്ചിരുന്നു. അന്ന് CPM ആണ് വിജയിച്ചത്. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഇക്കുറിയും ഇക്കാര്യം ആവർത്തിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ലീഗ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് വിമതൻ മത്സരിക്കുന്നതെന്നും ഇദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ലീഗിനെതിരെ പല വാർഡുകളിലും മത്സരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഞങ്ങൾക്ക് കോൺഗ്രസിന് തന്ന ഒരു സീറ്റിൽ, ഗാന്ധിനഗർ സീറ്റിൽ അവരുടെ ഒരു പഴയ കൗൺസിലർ വന്ന് റബലായി മത്സരിക്കുന്നതാണ് ഇപ്പോൾ UDF ബന്ധം ഇവിടെ വഷളാവാൻ കാരണം. നമുക്ക് തന്നത് അവർ വിമതനെ വെച്ച് മത്സരിക്കും. അതെ, അത് കഴിഞ്ഞ 5 വർഷം മുമ്പ് UDFന്റെ ജില്ലാ ചെയർമാൻ വന്നിട്ട് മധ്യസ്ഥം പറഞ്ഞ് UDF സംവിധാനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് തന്ന സീറ്റാണ്. അവിടെ ഈ തവണ ഞങ്ങൾക്ക് തന്നു, ആ തവണ അവിടെ റബലും വന്നു. അതാണ് കോട്ടയ്ക്കലെ കോൺഗ്രസ് UDF ബന്ധം തകരാറാവാൻ കാരണം. ലീഗ് നേതൃത്വം പറയുന്നത്, ലീഗ് നേതൃത്വം സ്വതവേ പറയുമ്പോൾ തന്നെ അവരെ പുറത്താക്കും, കമ്മിറ്റി പിരിച്ചുവിടും. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റിലീഫ് കിട്ടുന്നില്ലല്ലോ. കോൺഗ്രസിന് ഒരു സീറ്റ് എന്നിട്ട് അവിടെ അവർ റബല്, അവരെ കോട്ടയ്ക്കലെ മുസ്ലിം ലീഗിൻ്റെ ചില ആൾക്കാരുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ആ റബൽ അവിടെ നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. എന്നാൽ നേതൃത്വത്തിന്റെ അറിവോടെയല്ല വിമതന്റെ നീക്കമെന്നാണ് ലീഗിന്റെ വിശദീകരണം. ഒപ്പം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കോൺഗ്രസ് ഭീഷണിയെ ലീഗ് നേതൃത്വം തള്ളുന്നു. 30 വർഷമായി കോൺഗ്രസിന് കോട്ടയ്ക്കൽ നഗരസഭയിൽ ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ലെന്നും ലീഗ് നേതൃത്വം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കോട്ടയ്ക്കൽ നഗരസഭയിൽ 35 വാർഡിൽ ഏറ്റവും ഇപ്പോൾ ബഹുദൂരം പ്രവർത്തനം നടത്തി പോകുന്ന മദ്രസപ്പടി വാർഡിലാണ്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ് വീട്ടിൽ കയറി പ്രവർത്തനം നടത്തി 1-ാം റൗണ്ടും 2-ാം റൗണ്ടും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ജില്ലാ നേതൃത്വം അത്ര സന്ദർഭത്തിൽ ഇടപെടും. ലീഗും കോൺഗ്രസും ഈ പ്രാവശ്യം സഖ്യമുണ്ടാവും. കഴിഞ്ഞ 30 വർഷമായി കോൺഗ്രസിന് ഒരു കൗൺസിലറെ ജയിപ്പിക്കാൻ ഈ നഗരസഭയിൽ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിന് 2-ലധികം സീറ്റിൽ ഈ നഗരസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം കൗൺസിലർമാരുണ്ടാകുമെന്നാണ്. കഴിഞ്ഞ തവണ 32-ൽ 21 സീറ്റ് നേടിയാണ് ലീഗ് ഭരണം പിടിച്ചത്. 8 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് എവിടെയും വിജയിക്കാനായില്ല. LDFന് 9-ഉം BJPക്ക് 2 സീറ്റുകൾ ലഭിച്ചു. LDFന്റെ 2 കൗൺസിലർമാർ പിന്നീട് ലീഗിലേക്കും കോൺഗ്രസിലേക്കും മാറി എന്നത് മറ്റൊരു കാര്യം. ഇക്കുറി 3 സീറ്റുകളാണ് അധികമായി വന്നിരിക്കുന്നത്. കോൺഗ്രസിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു സീറ്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും മാറിയ സാഹചര്യത്തിൽ കൂടുതൽ വാർഡുകളിൽ കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കുന്നതോടെ ഫലത്തിൽ UDF സംവിധാനം നഗരസഭയിൽ ഉണ്ടായേക്കില്ലെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പ്രതിഷേധം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് പ്രതിഷേധിക്കുന്നത്. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കണമെന്ന